ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പി നോക്കാം. ഇത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. മാവ് പൊങ്ങാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ദോശയിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ കിട്ടുന്നൊരു ചട്നിയുടെ റെസിപ്പിയും കൂടി ഉണ്ട്. എങ്കിൽ നമുക്കിനി ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി പുട്ടുപൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു കപ്പ് അരിപ്പൊടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചോറിന് പകരം നിങ്ങൾക്ക് അവൽ നനച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മാവിന് ചെറിയൊരു പുളി കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിന് പകരം നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പുളി വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. ഇനി നമ്മുടെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിനും താഴെയായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുണ്ട് നമുക്ക് കിട്ടുക. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നേരത്തെ തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ച് തലേന്ന് തന്നെ ഒന്ന് അരച്ചെടുത്ത് മാവ് പൊങ്ങാനായിട്ട് വെക്കുകയൊക്കെ വേണമല്ലോ. ഇത് നമുക്ക് മാവ് പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് അരച്ച ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുണ്ട് നമുക്ക് കിട്ടുക. ഇതുവരെയും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് നമുക്ക് തേങ്ങയോ മറ്റൊന്നും ആവശ്യമായിട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇതിനു മുൻപ് ഞാൻ ഒരു മാവ് വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അങ്ങനെ നമ്മുടെ ദോശയെല്ലാം ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുണ്ട് നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുക്കാം. ഇനി 10 അല്ലി ചുവന്നുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് നമ്മുടെ ചട്നി നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരികയുള്ളൂ. ഇതാ കണ്ടില്ലേ, നമ്മുടെ ചട്നി നന്നായിട്ട് തിളച്ച് അതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ഒരു ദോശയുടെ കൂടെ മാത്രമല്ല കേട്ടോ, ഈ ഒരു ചട്നി നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും എല്ലാം കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു ദോശയിലേക്ക് ഈ ഒരു ചട്നി തന്നെ തയ്യാറാക്കണമെന്നില്ല. നമുക്കിതിലേക്ക് മീൻ കറിയോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല രുചിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടിയും ചെയ്തു കൊടുക്കണം. ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.